നമസ്കാരം. ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നു ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന മറ്റൊരു കഥയുടെ പേരാണ് തെക്കേടത്തു കുടുംബക്കാർ. ഇപ്പോ വൈക്കം താലൂക്കിൽ കടുത്തുരുത്തി ദേശത്ത് തെക്കേടത്ത് എന്ന പ്രസിദ്ധമായിരിക്കുന്ന നായർ കുടുംബം പണ്ട് കോഴിക്കോട്ട് സാമൂതിരിക്കോവിലകത്തിൻ്റെ സമീപത്തായിരുന്നു. ആ കുടുംബക്കാർക്ക് സാമൂതിരിപ്പാട് തമ്പുരാൻ പണിക്കർ എന്ന സ്ഥാനപ്പേരും കൽപ്പിച്ചു കൊടുത്തിരുന്നു. അതിനാൽ ആ കുടുംബക്കാരെ എല്ലാവരും തെക്കേടത്തു പണിക്കർ എന്നാണ് പറഞ്ഞു വന്നിരുന്നത്. അതുമാത്രല്ല, സാമൂതിരിപ്പാട് തമ്പുരാൻ തൻ്റെ സേനാനായക സ്ഥാനവും മൂപ്പുമുറയ്ക്ക് ആ കുടുംബക്കാർക്ക് തന്നെ കൊടുത്തിരുന്നു. അക്കാലത്ത് സാമൂതിരിപ്പാടും തിരുവിതാംകൂർ, കൊച്ചി മുതലായ രാജ്യങ്ങളിലെ രാജാക്കന്മാരും തമ്മിൽ കൂടെ കൂടെ യുദ്ധങ്ങൾ ഉണ്ടാവുക ഒരു സാധാരണമായിരുന്നു. അങ്ങനെയുണ്ടാവുന്ന ആ യുദ്ധങ്ങളിൽ സൈനികന്മാരുടെ കയ്യ്, കാല് മുതലായ അവയവങ്ങൾക്കും മർമ്മസ്ഥലങ്ങൾക്കും നാഡികൾക്കും മറ്റും ചിലപ്പോൾ ചില കേടുകൾ പറ്റുകയും ശത്രുക്കളുടെ ആഭിചാരപ്രയോഗങ്ങൾ കൊണ്ട് ദേഹത്തിന് ആകപ്പാടെ അസ്വാസ്ഥ്യം സംഭവിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ തിരുമ്മിയും ചികിത്സകളും മന്ത്രവാദങ്ങളും മറ്റും ചെയ്തും ആ സൈനികന്മാരെ സ്വസ്ഥരാക്കി തീർക്കുന്നതിനുള്ള ചുമതലയും ഈ സേനാനായകനുണ്ടായിരുന്നു. അതിനാൽ തെക്കേടത്തു കുടുംബക്കാര് തിരുമും ശരീരശാസ്ത്രവും വൈദ്യവും മന്ത്രവാദവും മറ്റും യഥായോഗ്യം പഠിച്ച് അവയിലെല്ലാം അതിസമർത്ഥന്മാരായിട്ടാണ് ജീവിച്ചിരുന്നത്. ഈ വക യോഗ്യതകൾ ആ കുടുംബത്തിലെ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും യഥായോഗ്യം സമ്പാദിച്ചിരുന്നു. കോവിലകത്ത് തമ്പുരാട്ടിമാർക്കും ചിലപ്പോൾ വല്ല സുഖക്കേടുകളും മറ്റും ഉണ്ടായേക്കാമല്ലോ. അങ്ങനെയുണ്ടാകുന്ന കാലങ്ങളിൽ നാഡികളും മറ്റും പരിശോധിച്ച് തിരുമിയും ചികിത്സിച്ചും അവരെ സുഖപ്പെടുത്തുന്നതിന് പുരുഷന്മാരായിരിക്കുന്നതിനേക്കാൾ നല്ലത് സ്ത്രീകളായിരിക്കുന്നതാണല്ലോ എന്ന് വിചാരിച്ച് സാമൂതിരിപ്പാട് തമ്പുരാൻ പ്രത്യേകം കൽപ്പിച്ചിട്ടാണ് തെക്കേടത്തു കുടുംബത്തിലെ സ്ത്രീജനങ്ങളും തിരുമും ചികിത്സയും മറ്റും യഥായോഗ്യം വശമാക്കിയിരിക്കണത്. ഈ കുടുംബത്തിലെ പുരുഷന്മാരെ സാമൂതിരിപ്പാട് തമ്പുരാൻ തമ്പുരാന്റെ കൊച്ചു തമ്പുരാക്കന്മാരെ ആയോധന വിദ്യ അഭ്യസിപ്പിക്കുന്നതിനും നിയമിച്ചിരുന്നു. അതിനാൽ കാലക്രമേണ അവർക്ക് രാജഗുരു എന്നുള്ള സ്ഥാനവും സിദ്ധിച്ചു. ഈ തെക്കേടത്തു കുടുംബത്തിൻ്റെ ഒരു ശാഖ പൊന്നാനി താലൂക്കിൽ ആഴ്വഞ്ചേരി മനയുടെ സമീപത്തുണ്ടായിരുന്നു. അവർ തമ്പ്രാക്കളുടെ ആശ്രിതന്മാരുടെ നിലയിലാണ് അവിടെ താമസിച്ചിരുന്നത്. അപ്രകാരം തന്നെ ഇവർ സാമൂതിരിപ്പാട്ടിലെ സേനാനായകന്റെ ഒരു ശാഖാ കുടുംബക്കാരാണല്ലോ എന്ന് വിചാരിച്ച് ഇവരെക്കുറിച്ച് ആഴ്വഞ്ചേരി തമ്പ്രാക്കൾക്കും വളരെ ആദരവും ബഹുമാനവും ഉണ്ടായിരുന്നു. ആഴ്വഞ്ചേരി തമ്പ്രാക്കൾക്ക് തിരുവിതാംകൂറിൽ ചേർന്ന ചേർത്തല താലൂക്കിൽ വേളാർവട്ടം എന്ന ദേശത്ത് ഒരു ക്ഷേത്രമുണ്ടല്ലോ. ആ ക്ഷേത്രം വകയായി വളരെ വസ്തുക്കളുണ്ടായിരുന്നു. ആ ദേവസ്വം വക കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് കൊല്ലവർഷം 400-ാം ആണ്ട് 500-ാം ആണ്ട് ആ ഇടയ്ക്ക് തമ്പ്രാക്കൾ ആ ദേശത്ത്, അതായത് വേളാർവട്ടത്ത് പ്രസിദ്ധന്മാരും പ്രബലന്മാരുമായിരുന്ന തോണിക്കടവ് മേനോന്മാരെ ഏൽപ്പിച്ചിരുന്നു. അവർ കൗശലത്തിൽ ദേവസ്വം വക വസ്തുക്കളെല്ലാം അവരുടെ പേരിലാക്കി തീർത്തു. പക്ഷേ തമ്പ്രാക്കൾ ആ വിവരം അറിഞ്ഞു. ഉടനെ തന്നെ തോണിക്കടവ് മേനോന്മാരെ ദേവസ്വകാര്യ വിചാരാധികാരത്തിൽ നിന്ന് മാറ്റുകയും അവർക്ക് പകരം തെക്കേടത്തെ ശാഖാ കുടുംബത്തിലെ ഒരംഗമായ രാമപ്പണിക്കരെ നിയമിക്കുകയും ചെയ്തു. അക്കാലത്ത് ആ ശാഖാ കുടുംബത്തിൽ രാമപ്പണിക്കരും അദ്ദേഹത്തിൻ്റെ ഭാഗിനേയിയായ പാർവതി എന്ന പെൺകുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ രണ്ടുപേരെയും തമ്പ്രാക്കൾ
വേളാർവട്ടത്ത് കൊണ്ടുപോയി അവിടെ ഒരു സ്ഥലം കൊടുത്ത് താമസിപ്പിക്കുകയും ചെയ്തു. അവരുടെ താമസം അവിടെ ഉറപ്പിക്കണമെന്ന് വിചാരിച്ചാണ് തമ്പ്രാക്കൾ ഇപ്രകാരം ചെയ്തത്. അങ്ങനെ തമ്പ്രാക്കൾ ഇപ്രകാരമെല്ലാം ചെയ്തത് തോണിക്കടവ് മേനോന്മാർക്ക് അങ്ങോട്ടൊട്ടും രസിച്ചില്ല എന്നുള്ളത് എൻ്റെ കഥാപ്രേമികളോട് പറയണമെന്നില്ലല്ലോ. എങ്കിലും അവർ ആ വിരോധം പുറത്തു കാണിക്കാതെ തമ്പ്രാക്കളുടെ അടുക്കൽ വളരെ ഭക്തി ആദരങ്ങളോടുകൂടിയാണ് പെരുമാറിയത്. തിരികെ പോകാറായപ്പോൾ തോണിക്കടവ് മേനോന്മാർ തന്നെ തോണിയും തോണിക്കാരെയും ചട്ടം കെട്ടി കടവിൽ ഹാജരാക്കി കൊടുത്തു. നമ്മുടെ ശുദ്ധാത്മാവായ തമ്പ്രാക്കൾ ദുഷ്ടന്മാരായ ആ മേനോന്മാരുടെ ദുർവിചാരമൊന്നും അറിയാതെ പരിവാര സമേതം ആ തോണിയിൽ തന്നെ കയറി യാത്രയായി. ഉടനെ മേനോന്മാരും മറ്റൊരു തോണിയിൽ കയറി അനുയാത്രയായി പിന്നാലെ പോയി. തോണികൾ വേമ്പനാട്ടുകായലിൻ്റെ നടുവിലെത്തിയപ്പോ നേരം ഏകദേശം പാതിരാവായി. അപ്പോ അന്ധകാരം കൊണ്ട് യാതൊന്നും കാണാൻ വയ്യാതെയായിരുന്നു. ആ സമയത്ത് തമ്പ്രാക്കളും മറ്റും കയറിയിരുന്ന തോണിയിലെ തോണിക്കാര് മേനോന്മാർ മുമ്പ് ചട്ടം കെട്ടിയിരുന്ന പ്രകാരം തോണി അവിടെ ചവിട്ടി മുക്കി. അതിലുണ്ടായിരുന്നവരെയെല്ലാം വെള്ളത്തിലാക്കിയിട്ട് മേനോന്മാരോടുകൂടി സസുഖം സ്വസ്ഥാനങ്ങളിൽ മടങ്ങിയെത്തി. നമ്മുടെ തമ്പ്രാക്കളും മറ്റും കായലിലെ ഉപ്പുവെള്ളം കുടിച്ച് മരിച്ചിരിക്കുമെന്നായിരുന്നു മേനോന്മാരുടെയും മറ്റും വിശ്വാസം. എങ്കിലും സത്യസന്ധനും ഈശ്വരഭക്തനുമായിരുന്ന തമ്പ്രാക്കൾക്കും കൂട്ടുകാർക്കും വലിയ ആപത്തൊന്നും സംഭവിച്ചില്ല. ഭാഗ്യത്തിന് അവർ കയറിയിരുന്ന തോണി മുക്കിയ സ്ഥലത്ത് അധികം താഴ്ചയുണ്ടായിരുന്നില്ല. അവിടെ മണൽ വന്നു കൂടിയിരുന്നതുകൊണ്ട് അവർക്ക് അരയോളം മാത്രമേ വെള്ളമുണ്ടായിരുന്നുള്ളൂ. മേനോന്മാരും മറ്റും പൊയ്ക്കളഞ്ഞ ഉടനെ എവിടെയോ പോകുന്നതിനായി അതിലെ ഒരു തോണിക്കാര് വന്നു. ആ തോണിയിൽ വിളക്കുമുണ്ടായിരുന്നു. ആ വെളിച്ചം കണ്ടപ്പോ തമ്പ്രാക്കളുടെ ഭൃത്യന്മാര്, അയ്യോ തോണിക്കാരെ, നിങ്ങൾ സദയം ഞങ്ങളെ രക്ഷിക്കണേ, നിങ്ങൾ രക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഈ ഉപ്പുവെള്ളം കുടിച്ച് മരിച്ചു പോവും. ഞങ്ങളുടെ തോണി മുങ്ങിപ്പോയതിനാൽ ഞങ്ങൾ ഈ ആപത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്ന് വിളിച്ചു പറഞ്ഞു. അതു കേട്ട് ആ തോണിക്കാർക്ക് മനസ്സലിഞ്ഞതുകൊണ്ട് അവർ അടുത്തു ചെന്ന് തമ്പ്രാക്കളെയും മറ്റും ആ തോണിയിൽ കയറ്റി കായലിൻ്റെ കിഴക്കേ കരയിൽ ഇറക്കി വിട്ടു. അതിനുശേഷം ആ തോണിക്കാര് അപ്പോൾ തന്നെ അവർക്ക് പോകുവാനുണ്ടായിരുന്ന സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോഴേക്കും നിലാവ് തെളിഞ്ഞു തുടങ്ങിയതുകൊണ്ട് തമ്പ്രാക്കൾ പരിവാരങ്ങളോടുകൂടി വടക്കോട്ട് നടന്നു തുടങ്ങി. അങ്ങനെ നേരം വെളുത്തപ്പോ വഴിയിൽ വച്ച് തമ്പ്രാക്കളെ പരിചിതന്മാരായ ചിലർ കണ്ടെത്തുകയും അവർ അദ്ദേഹത്തെ പരിവാര സമേതം ക്ഷണിച്ചു കൊണ്ടുപോയി യഥായോഗ്യം സൽക്കരിക്കുകയും കുളിയും ഭക്ഷണവും മറ്റും കഴിപ്പിച്ച് വാഹനങ്ങളിലാക്കി സ്വന്തം ദേശത്തെത്തിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് തമ്പ്രാക്കളെയും മറ്റും വെള്ളത്തിൽ ചാടിച്ചിട്ട് സ്വദേശത്തെത്തി താമസിച്ചിരുന്ന തോണിക്കടവ് മേനോന്മാര് സ്വൽപ്പ ദിവസം കഴിഞ്ഞപ്പോ തെക്കേടത്ത് രാമപ്പണിക്കരെയും അദ്ദേഹത്തിൻ്റെ അനന്തരവളായ ആ പെൺകുട്ടിയെയും ഓരോ വിധത്തിൽ കുറേശ്ശെ അങ്ങോട്ട് ഉപദ്രവിച്ചു തുടങ്ങി. ആ ഉപദ്രവം ക്രമേണ ദുസ്സഹമായി തീർന്നപ്പോ രാമപ്പണിക്കര് മനസ്സിൽ വിചാരിച്ചു, ഹേയ്, ഇത് അന്യദേശാണ്. ഇവിടെ താനും ഈ പെൺകുട്ടിയും മാത്രമേ ഉള്ളൂ. തനിക്ക് ബന്ധുക്കളായി ഇവിടെ ആരുമില്ല. ഈ മേനോന്മാര് പ്രബലന്മാരുമാണ്. ഈ സ്ഥിതിയിൽ ഇവരോട് കയർക്കാൻ പുറപ്പെട്ടാൽ അബദ്ധമായി തീരും. വല്ല വിധവും ഇവിടെ നിന്നും പോവുക തന്നെയാണ് നല്ലത് എന്ന് മനസ്സുകൊണ്ട് ആലോചിച്ച് തീർച്ചപ്പെടുത്തിയിട്ട് അദ്ദേഹം വാസസ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോയി ഒരു തോണിക്കാരനെ വിളിച്ചു പറഞ്ഞു, തനിക്ക് അന്ന് അസ്തമിച്ച് 10-12 നാഴിക വെളുക്കാനുള്ളപ്പോ കായലിൻ്റെ കിഴക്കേ കര വരെ പോകണമെന്നും അതിന് ആ സമയത്ത് ഒരു തോണി കടവിൽ കൊണ്ടുവരണമെന്നും സ്വകാര്യമായി പറഞ്ഞ്
ചട്ടം കെട്ടുകയും അതിന് അവൻ പറഞ്ഞ കൂലി കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ആ തോണിക്കാരൻ അവനോട് പറഞ്ഞിരുന്ന സമയത്ത് തോണി കടവിൽ കൊണ്ടുവന്നു. ഉടനെ രാമപ്പണിക്കർ തൻ്റെ ഭാഗിനേയിയോടുകൂടി ഗൂഢമായി പോയി ആ തോണിയിൽ കയറി കായലിൻ്റെ കിഴക്കേക്കരയിൽ ഇറങ്ങുകയും തോണിക്കാരന് പറഞ്ഞിരുന്ന കൂലി കൊടുത്ത് അവനെ അയക്കുകയും ചെയ്തതിൻ്റെ ശേഷം അവിടെ നിന്ന് മാറി ഒരു സ്ഥലത്ത് സ്വൽപ്പസമയം ഇരുന്നു. അപ്പോഴേക്കും നേരം വെളുത്തു തുടങ്ങുകയാൽ രാമപ്പണിക്കർ തൻ്റെ അനന്തരവളോടുകൂടി പോയി. അക്കാലത്ത് നാടുവാഴ്ചയുണ്ടായിരുന്ന വടക്കങ്കൂർ രാജാവിനെ കണ്ട് താൻ ആരാണെന്നും അവിടെ ചെന്നു ചേർന്നതിൻ്റെ കാരണം എന്താണെന്നും അറിയിച്ചു. അത് കേട്ടപ്പോ തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നത് സാമൂതിരി രാജാവിൻ്റെ സേനാനായകത്വവും ഗുരുസ്ഥാനവുമുള്ള തെക്കേടത്ത് പണിക്കരാണെന്നറിഞ്ഞപ്പോ വടക്കങ്കൂർ രാജാവ് വളരെ അങ്ങോട്ട് സന്തോഷിക്കുകയും അവരെ അവിടെ സാദരം സ്വീകരിക്കുകയും സുഖമാകും വണ്ണം ഒരു സ്ഥലത്ത് താമസിപ്പിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് തമ്പ്രാക്കളാൽ നിയുക്തനായിരുന്ന രാമപ്പണിക്കര് ഭാഗിനേയിയോടുകൂടി ആ ദിക്ക് വിട്ടുപോയി എന്നറിഞ്ഞപ്പോ തോണിക്കടവ് മേനോന്മാർക്ക് വലിയ സന്തോഷായി. എങ്കിലും അധികം താമസിയാതെ അവരുടെ കുടുംബത്തിൽ ബാലമരണങ്ങൾ, ദുർമരണങ്ങൾ, മഹാരോഗപീഠകൾ മുതലായ ഓരോ ആപത്തുകൾ കണ്ടു തുടങ്ങി. അപ്പോ അവർ അതിൻ്റെ കാരണമറിയുന്നതിനായി പ്രശ്നം വയ്പ്പിച്ച് നോക്കി. ഇവയ്ക്കെല്ലാം കാരണം ഒരു മഹാബ്രാഹ്മണന്റെ ശാപമാണെന്ന് പ്രശ്നക്കാരൻ വിധിക്കുകയും ചെയ്തു. മഹാബ്രാഹ്മണന്റെ ശാപമെന്ന് കേട്ടപ്പോൾ തന്നെ ആ മഹാബ്രാഹ്മണൻ തമ്പ്രാക്കൾ തന്നെയാണെന്ന് മനസ്സുകൊണ്ട് തീർച്ചപ്പെടുത്തിയിട്ട് മേനോന്മാർ തമ്പ്രാക്കളെ കണ്ട് സന്തോഷിപ്പിക്കുന്നതിനായി അമൂല്യങ്ങളായ അനേകം കാഴ്ചദ്രവ്യങ്ങളും കൊണ്ട് ആഴ്വഞ്ചേരി മനക്കിലെത്തി. അവിടെ ഉണ്ടായിരുന്ന ഒരു നമ്പൂരിയോട് പറഞ്ഞ് തോണിക്കടവ് മേനോന്മാർ കാണാൻ വന്നിരിക്കുന്നു എന്ന് തമ്പ്രാക്കളുടെ അടുക്കൽ അറിയിച്ചു. അത് കേട്ടപ്പോ തമ്പ്രാക്കൾ പറഞ്ഞു, ഹേയ്, തോണിക്കടവ് മേനോന്മാര് ഇനിയുമുണ്ടോ? അവരുടെയൊക്കെ കഥ കഴിഞ്ഞിരിക്കുമെന്നാണല്ലോ ഞാൻ വിചാരിച്ചിരുന്നത് എന്നു പറഞ്ഞതല്ലാതെ അവർക്ക് കാണാൻ സൗകര്യം കൊടുക്കുകയോ അവരുടെ കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കുകയോ ചെയ്തില്ല. അതിനാൽ മേനോന്മാര് ഇച്ഛാഭംഗത്തോടുകൂടി മടങ്ങിപ്പോവുകയും പിന്നെ അധികം താമസിയാതെ തന്നെ അവരുടെ കുടുംബം നാമാവശേഷമായി തീരുകയും ചെയ്തു. അങ്ങനെ തെക്കേടത്ത് രാമപ്പണിക്കരും ഭാഗിനേയും വടക്കങ്കൂർ രാജാവ് കൊടുത്ത സ്ഥലത്ത് ഏതാനും ദിവസങ്ങൾ താമസിച്ചതിൻ്റെ ശേഷം രാജാവ് തൻ്റെ സേനാനായകനായ മങ്ങാട്ടുപണിക്കരുടെ കീഴിൽ രാമപ്പണിക്കരെ ഉപസേനാനായകനാക്കി നിയമിക്കുകയും അവർക്ക് താമസിക്കുന്നതിന് വടക്കുംകൂറിലുൾപ്പെട്ട കടുത്തുരുത്തി ദേശത്ത് അവരുടെ പേരിൽ തന്നെ ഒരു ഗൃഹമുണ്ടാക്കിച്ച് അതും അവർക്ക് നിത്യവൃത്തി സുഖമായി കഴിയാൻ തക്കവണ്ണം വസ്തുവകകളും കൊടുത്തു. കോഴിക്കോട്ടുള്ള തെക്കേടത്തു കുടുംബത്തിൻ്റെ ഒരു ശാഖ കടുത്തുരുത്തിയിൽ ഉണ്ടായി തീർന്നത് ഇങ്ങനെയാണ്. അത് കടുത്തുരുത്തിയിലായിട്ടും അതിൻ്റെ തെക്കേടത്തെന്നുള്ള നാമധേയം അവർ മാറ്റിയില്ല. അങ്ങനെ കടുത്തുരുത്തിയിൽ സ്ഥിരതാമസമാക്കിയതിൻ്റെ ശേഷം രാമപ്പണിക്കരുടെ ഭാഗിനേയായിരുന്ന പാർവതി എന്ന ആ പെൺകുട്ടിക്ക് യോഗ്യനായ ഒരു പുരുഷൻ ഭർത്താവായി തീരുകയും ആ ദമ്പതിമാർക്ക് സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടും സന്താനങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഏതാനും ശതാബ്ദങ്ങൾ കഴിഞ്ഞപ്പോൾ സാമൂതിരിപ്പാട്ടിലെ രാജ്യാധികാരം ബ്രിട്ടീഷുകാരും വടക്കങ്കൂർ രാജാവിൻ്റെ രാജ്യാധികാരം തിരുവിതാംകൂർ രാജാവും പിടിച്ചെടുക്കുകയാൽ ആ രണ്ട് രാജാക്കന്മാർക്കും രാജ്യാധികാരം ഇല്ലാതെയായി. അപ്പോൾ തെക്കേടത്ത് കുടുംബക്കാർക്ക് ഉദ്യോഗ സംബന്ധമായും മറ്റുമുണ്ടായിരുന്ന
സ്ഥാനമാനങ്ങളും പോയി. എങ്കിലും അവർ കുലവിദ്യകളായി കരുതിയിരുന്ന നാഡീപരിശോധന, തിരുമ്മ, ചികിത്സ, മന്ത്രവാദം മുതലായ വിദ്യകൾ സ്ത്രീകളും പുരുഷന്മാരും യഥാക്രമം പിന്നെയും അഭ്യസിച്ചുകൊണ്ട് തന്നെയിരുന്നു. അതിനാൽ ആ കുടുംബത്തിൽ പല കാലങ്ങളിലായി അഭ്യസ്ത വിദ്യന്മാരും അതിപ്രസിദ്ധന്മാരുമായി അനേകം സ്ത്രീ പുരുഷന്മാർ ജീവിച്ചിരുന്നു. അവരെ എല്ലാവരെയും കുറിച്ച് പ്രത്യേകം വിവരിക്കുന്ന കാര്യം ദുഷ്കരമായതുകൊണ്ട് ഞാൻ അതിനായി ഉദ്യമിക്കണില്ല. എന്നാൽ കൊല്ലവർഷം 1000 ആണ്ടിനിപ്പുറം ജീവിച്ചിരുന്ന കേശവൻ നായർ എന്ന ആ മഹാനെക്കുറിച്ച് മാത്രം ചുരുക്കത്തിൽ ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാം. ഈ കേശവൻ നായരുടെ ജനനം കൊല്ലവർഷം 1009 ആണ്ട് കർക്കിടക മാസത്തിൽ അശ്വതി നക്ഷത്രത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ നങ്ങു അമ്മ എന്നു പ്രസിദ്ധയായിരുന്ന വിദുഷിയും അച്ഛൻ കുന്നപ്പള്ളിൽ പൂവത്തുകുന്നേൽ എന്ന് പ്രസിദ്ധമായിരുന്ന കുടുംബത്തിലെ ഒരംഗമായിരുന്ന ഇടച്ചേന്നൻ നായരുമായിരുന്നു. ഈ കേശവൻ നായർക്ക് കുഞ്ചുനായർ എന്ന് പറയപ്പെട്ടിരുന്ന രാമൻ നായർ എന്നൊരു ജ്യേഷ്ഠനും കൊച്ചുപിള്ള എന്ന് പറയപ്പെട്ടിരുന്ന നാരായണൻ നായർ എന്നൊരനുജനും ഇവരിൽ എല്ലാവരിലും ഇളയതായിട്ട് പാർവതിയമ്മ എന്നൊരു സഹോദരിയുമുണ്ടായിരുന്നു. ആ സഹോദരി ഉണ്ടായി ഏകദേശം 9 മാസമായപ്പോൾ അവരുടെ മാതാവ് കാലധർമ്മത്തെ പ്രാപിച്ചു. അനന്തരം ആ കുട്ടികളുടെ സംരക്ഷണവും പരിചരണവും ബാല്യവിദ്യാഭ്യാസവുമെല്ലാം നടത്തി വന്നത് അവരുടെ മാതാമഹിയായിരുന്ന പാർവതിയമ്മയായിരുന്നു. പാർവതിയമ്മയ്ക്ക് ഇവയെല്ലാം കൂടി നിർവഹിക്കുന്ന കാര്യം ദുഷ്കരമായി തീർന്നപ്പോൾ അവര് ഈ കുട്ടികളെ അക്ഷരാഭ്യാസം ചെയ്യിക്കുന്നതിനായി ചൂരക്കാട്ട് ഗോവിന്ദൻ നായർ എന്നൊരാളെ കൂടി നിയമിച്ചു. എങ്കിലും കുലവിദ്യകളായ നാഡീപരിശോധന, മർമ്മചികിത്സ, തിരുമ്മ മുതലായവയെല്ലാം പിന്നെയും ആ കുട്ടികളെ ശീലിപ്പിച്ചു കൊണ്ടിരുന്നത് പാർവതിയമ്മ തന്നെ ആയിരുന്നു. അക്കാലത്ത് കുടുംബകാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് അവിടെ പ്രായം തികഞ്ഞവരും ശേഷിയുമുള്ളവരായി വേറെ ആരുമില്ലായിരുന്നു. അതിനാൽ അതും പാർവതിയമ്മ തന്നെ വഹിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പാർവതിയമ്മയെ പ്രായാധിക്യം നിമിത്തമുള്ള ക്ഷീണം ബാധിച്ചു തുടങ്ങി. അപ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി വഹിക്കുന്നതിന് അവരാൽ സാധ്യമല്ലാതെയായി. അതിനാൽ അനന്തരവർ തൻ്റെ ദൗഹിത്രന്മാരെ തിരുമ്മ മുതലായവ അഭ്യസിക്കുന്നതിന് തലയോലപ്പറമ്പിൽ തിരുമടത്തിൽ കുപ്പനണ്ണാവി എന്ന പ്രസിദ്ധനായിരുന്ന പരദേശ ബ്രാഹ്മണനെ കൂടി നിയമിച്ചു. അദ്ദേഹം നാഡീപരിശോധനയിലും തിരുമ്മിലും മറ്റും അതിസമർത്ഥനായിരുന്നു. എങ്കിലും തൻ്റെ തറവാട്ട് പാരമ്പര്യക്രമം തെറ്റിപ്പോകരുതല്ലോ എന്ന് വിചാരിച്ച് പാർവതിയമ്മ ശരിയായി മേൽനോട്ടവും നടത്തിയിരുന്നു. പാർവതിയമ്മ തൻ്റെ ദൗഹിത്രന്മാരുടെ പഠന കാര്യത്തിൽ മാത്രമല്ല മനസ്സ് വച്ചിരുന്നത്, അവരുടെ സഹോദരിയായിരുന്ന പെൺകുട്ടിയുടെ അഭ്യാസ കാര്യത്തിലും ശരിയായി ശ്രദ്ധിച്ചിരുന്നു. അതിനാൽ ആ പെൺകുട്ടിയും തിരുമ, നാഡീപരിശോധന, മർമ്മ ചികിത്സ മുതലായവയിൽ അതീവ സമർത്ഥയായി തീർന്നു. എങ്കിലും ആ ബാലികയുടെ മൂത്ത സഹോദരനായിരുന്ന രാമൻ നായര് തറവാട്ടുവക കൃഷിക്കാര്യങ്ങളിലും മറ്റും ഏർപ്പെട്ടിരുന്നതുകൊണ്ട് അദ്ദേഹത്തിനും അതുപോലെ തന്നെ മൂന്നാമനായ നാരായണൻ നായർ ഈ മൂത്ത ജ്യേഷ്ഠനെ സഹായിച്ചു കൊണ്ടിരുന്നതുകൊണ്ട് അദ്ദേഹത്തിനും കുടുംബ പാരമ്പര്യ പ്രകാരമുള്ള തിരുമ, മർമ്മചികിത്സ മുതലായവയിൽ പരിപൂർണ ജ്ഞാനം സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ കേശവൻ നായർക്ക് ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയും സഹായമുണ്ടായിരുന്നതുകൊണ്ട് ഇതര കൃത്യങ്ങളിലൊന്നും ഏർപ്പെടേണ്ടതായി വന്നില്ല. അതിനാൽ അദ്ദേഹം കുടുംബ പാരമ്പര്യ പ്രകാരമുള്ള നാഡീശാസ്ത്രം, മർമ്മ ചികിത്സ, തിരുമ മുതലായവയെല്ലാം യഥാക്രമം
സശ്രദ്ധം പഠിച്ചുകൊണ്ടിരിക്കുകയും കാലക്രമേണ അവയിലെല്ലാം അതിസമർത്ഥനായി തീരുകയും ചെയ്തു. അങ്ങനെ ഇരുന്ന കാലത്ത് ഒരു ദിവസം കുപ്പനണ്ണാവി തൻ്റെ ഭാര്യാപുത്രാദികളുടെ കുശലമന്വേഷിക്കുന്നതിനായി തലയോലപ്പറമ്പിലുള്ള മഠത്തിലേക്ക് പോയിരുന്നു. അദ്ദേഹം മഠത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെല്ലാവരും ബോധരഹിതരായി അവിടെ കിടക്കുന്നത് കണ്ടിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ മഠത്തിലുണ്ടായിരുന്ന സ്ത്രീകൾ പറഞ്ഞു, അവര് എന്തോ കാരണവശാൽ തമ്മിൽ ശണ്ട കൂടിയും പരസ്പരം അടിക്കുകയും അതിനുശേഷം ഉടനെ എല്ലാവരും ബോധം കെട്ട് വീഴുകയും ചെയ്തു എന്നല്ലാതെ അതിനപ്പുറം ഒന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ കുപ്പനണ്ണാവി ആ പുത്രന്മാരുടെ അടുക്കൽ ചെന്ന് തൻ്റെ പുറങ്കാൽ കൊണ്ട് എല്ലാവർക്കും ഓരോ തട്ടുവച്ചു കൊടുത്തു. തൽക്ഷണം അവർക്കെല്ലാവർക്കും ബോധം വീഴുകയും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തു. അപ്പോൾ കുപ്പനണ്ണാവി ചോദിച്ചു, നിങ്ങൾ ഇത്ര ബുദ്ധിയില്ലാത്തവരായി പോയില്ലോ. ശത്രുക്കൾ വന്നു നേരിട്ടാൽ അപ്പോൾ പ്രയോഗിക്കേണ്ടുന്നതിനായി ഞാൻ നിങ്ങളെ പഠിപ്പിച്ച വിദ്യ നിങ്ങൾ തമ്മിൽ തന്നെയാണല്ലോ പ്രയോഗിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇത് മഹാകഷ്ടം തന്നെ. ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് എന്നും മറ്റും ഉപദേശിച്ചിട്ട് സ്വന്തമായി അവിടെ ഉണ്ടായിരുന്ന അമൂല്യങ്ങളായ ഗ്രന്ഥങ്ങളെല്ലാം കെട്ടിയെടുത്തുകൊണ്ട് അപ്പോൾ തന്നെ കടുത്തുരുത്തിക്ക് മടങ്ങിപ്പോയി. അതിൽ പിന്നെ ഒരിക്കലും അദ്ദേഹം തലയോലപ്പറമ്പിലേക്ക് പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥിരവാസം കടുത്തുരുത്തിയിൽ തന്നെയാക്കി. അങ്ങനെ ഏതാനും കാലം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ദിവസം ഈ കുപ്പനണ്ണാവി തൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവിടെയുള്ള ഗണപതി ക്ഷേത്രത്തിൻ്റെ നടയിൽ ചെന്ന് നിന്നുകൊണ്ട് തൻ്റെ ശിഷ്യരായി തെക്കേടത്തുണ്ടായിരുന്നവരെയെല്ലാം അവിടെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഈ ഗണപതിയെ പരദേവതയായി വിചാരിച്ചു കൊള്ളണം എന്ന് പറയുകയും എല്ലാവരുടെയും ശിരസിൽ കൈവച്ച് പ്രത്യേകം അനുഗ്രഹിക്കുകയും തൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം കേശവൻ നായരുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ അദ്ദേഹത്തെ കാണാനെന്നല്ല, അദ്ദേഹത്തിൻ്റെ കഥ എന്തെങ്കിലും കേൾക്കാൻ പോലും പിന്നീട് ആർക്കും സാധിച്ചിട്ടില്ല. അനന്തരം അധികം കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ തെക്കേടത്ത് കുടുംബത്തിലെ നായികയും സൗഭാഗ്യവതിയും വിദുഷയുമായിരുന്ന പാർവതിയമ്മ ചരമഗതിയെ പ്രാപിച്ചു. പിന്നെ അവരുടെ ദൗഹിത്രന്മാരായ 3 പുരുഷന്മാരും അവരുടെ സഹോദരിയായ ഒരു സ്ത്രീയും മാത്രമേ ആ കുടുംബത്തിലുണ്ടായിരുന്നുള്ളൂ. ആ സ്ത്രീയുടെ പേരും പാർവതിയമ്മ എന്നു തന്നെ ആയിരുന്നു. ഗ്രഹകൃത്യങ്ങളെല്ലാം നിർവഹിക്കുന്നതിന് ഒരു സ്ത്രീയെ കൊണ്ട് മതിയാകാതെ വരികയാൽ പുരുഷന്മാരിൽ മൂത്തയാളായ രാമൻ നായർ ജാതി മര്യാദാപ്രകാരം ഒരു സ്ത്രീയെ അങ്ങോട്ട് വിവാഹം ചെയ്തു. ആ സ്ത്രീയെയും തൻ്റെ ഗൃഹത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാമെന്ന് വിചാരിച്ചാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. എങ്കിലും ആ വിചാരം അങ്ങോട്ട് ഫലിച്ചില്ല. ആ സ്ത്രീക്ക് സ്വന്തം ഗൃഹം വിട്ട് ഭർതൃഗൃഹത്തിൽ പോയി താമസിക്കാൻ സൗകര്യമില്ലായിരുന്നു. അതിനാൽ പിന്നെ രണ്ടാമനായിരുന്ന കേശവൻ നായരും ഒരു വിവാഹം ചെയ്തു. അതിനായി തിരഞ്ഞെടുക്കപ്പെട്ട യുവതി മുളക്കുളത്ത് വെങ്ങോലി വടക്കേ വീട്ടിൽ ലക്ഷ്മിയമ്മയായിരുന്നു. വിവാഹാനന്തരം ആ സ്ത്രീ മിക്കപ്പോഴും ഭർതൃഗൃഹത്തിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. ചിലപ്പോൾ മാത്രമേ സ്വന്തം ഗൃഹത്തിൽ ചെന്ന് താമസിക്കാറുള്ളൂ. നമ്മുടെ കേശവൻ നായർ സഭാര്യനായി തീർന്നതിൻ്റെ ശേഷവും കുടുംബ പാരമ്പര്യപ്രകാരമുള്ള വിദ്യകളിൽ ദാർഢ്യവും വൈദഗ്ധ്യവും വർദ്ധിപ്പിക്കുന്നതിനായി പരിശ്രമിച്ചുകൊണ്ട് തന്നെയിരുന്നു. ഗുരുനാഥനായിരുന്ന കുപ്പനണ്ണാവി സദയം കൊടുത്ത ഗ്രന്ഥങ്ങളുടെ സഹായം കൊണ്ട് അദ്ദേഹം കാലക്രമേണ ആയുർവേദ ചികിത്സ, മന്ത്രവാദം മുതലായവയിലെല്ലാം അതിസമർത്ഥനായി തീർന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം രാത്രിയിൽ കേശവൻ നായർ അത്താഴമൂണും കഴിച്ച് ഭാര്യാഗൃഹത്തിലേക്ക് അങ്ങോട്ട് പുറപ്പെട്ടു. അക്കാലത്ത്
അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരുടെ വീട്ടിൽ പോയി താമസിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങോട്ട് പുറപ്പെട്ടത്. അക്കാലത്ത് കേശവൻ നായർക്ക് 22 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ നിന്നും ഭാര്യയുടെ ഗൃഹത്തിലേക്ക് 5-6 നാഴിക ദൂരം ഉണ്ടായിരുന്നു. എങ്കിലും ചോരത്തിളപ്പിൻ്റെ ശക്തി കൊണ്ടാണ് അദ്ദേഹം തനിച്ച് പുറപ്പെട്ടത്. അദ്ദേഹത്തിന് സഹായത്തിന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മുച്ചാൻ എന്ന് വച്ചാൽ 3 ചാൺ നീളമുള്ള ഒരു ചൂരൽ വടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കടുത്തുരുത്തിക്കും മുളക്കുളത്തിനും മധ്യേ കൊച്ചാലുംമൂട് എന്നൊരു സ്ഥലമുണ്ടല്ലോ. അവിടം അക്കാലത്ത് വലിയ വനപ്രദേശമായിരുന്നു. കേശവൻ നായർ ആ സ്ഥലത്തെത്തിയപ്പോൾ പുലയരായിട്ടും പറയരായിട്ടും ഏകദേശം 60ഓളം ആളുകൾ വന്ന് അദ്ദേഹത്തെ അങ്ങോട്ട് വളഞ്ഞു. അപ്പോൾ അവരുടെ ഉദ്ദേശം ദേഹോപദ്രവവും അപഹരണവുമാണെന്ന് മനസ്സിലായതുകൊണ്ട് കേശവൻ നായർ ഒരു കൂസലും കൂടാതെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ചൂരൽ വടിയും കൊണ്ട് അവരോട് നേരിട്ടു. അവർ തമ്മിലുള്ള ആ പോരാട്ടം ഏകദേശം 1/4 നാഴിക നേരം മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോഴേക്കും ആ ആക്രമികളെല്ലാം നിലം പതിച്ചു. എന്നിട്ടും കേശവൻ നായർ സ്വല്പം ക്ഷീണിക്കുകയോ വിയർക്കുകയോ ചെയ്തില്ല. അദ്ദേഹം ഉടനെ ഭാര്യാഗൃഹത്തിലേക്ക് പോയി. കേശവൻ നായരുടെ ഗുരുമുഖേനയുള്ള അഭ്യാസന കഴിഞ്ഞിട്ട് ഇത് ആദ്യത്തെ പ്രയോഗമായിരുന്നു. അതിനാൽ ഇത് അരങ്ങേറ്റമായിരുന്നു എന്ന് തന്നെ പറയാം. പിറ്റേ ദിവസം കാലത്ത് കേശവൻ നായർ മടങ്ങി വന്നപ്പോഴും ആ ആക്രമികളെല്ലാം ആ സ്ഥലത്ത് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അവരെയെല്ലാം പിടിച്ചെഴുന്നേൽപ്പിച്ച് തലോടി സ്വസ്ഥരാക്കിയതിൻ്റെ ശേഷം അവരോട് താൻ ഇന്ന ആളാണെന്നും തൻ്റെ സ്ഥിതി ഇന്ന പ്രകാരമാണെന്നും മേലാൽ ആരെയും ഉപദ്രവിക്കരുതെന്നും തൻ്റെ വാക്കിനെ വകവയ്ക്കാതെ ഇനിയും അക്രമം പ്രവർത്തിക്കുന്നതായാൽ അന്ന് അവരുടെയെല്ലാം കഥ താൻ കഴിക്കുമെന്നും മറ്റും പറഞ്ഞ് അവരെ അയക്കുകയും അദ്ദേഹം സ്വന്തം ഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു. അതിൽ പിന്നെ ആ സ്ഥലത്ത് അക്രമികളുടെ ഉപദ്രവം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ആ സ്ഥലത്തുകൂടി കടന്നു പോകുന്ന പാന്തന്മാർ കേശവൻ നായരുടെ കഥ പറഞ്ഞ് അദ്ദേഹത്തെ സ്തുതിക്കുക പതിവാണ്. കടുത്തുരുത്തി മുതലായ സ്ഥലങ്ങളിലുള്ള സാധുക്കൾ പറമ്പുകളിലും മലകളിലും നട്ടുണ്ടാക്കുന്ന സാധനങ്ങൾ തലയോലപ്പറമ്പ് ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് വില വാങ്ങി ഉപജീവനം കഴിക്കുക ഇപ്പോഴത്തെ പോലെ അക്കാലത്തും പതിവായിരുന്നു. എന്നാൽ അക്കാലത്ത് ആ ചന്തസ്ഥലത്തുണ്ടായിരുന്ന അക്രമികളായ മുഹമ്മദീയരുടെ ഉപദ്രവം കൊണ്ട് സാധുക്കൾക്ക് അത് ഏറ്റവും ദുഷ്കരമായി തീർന്നു. ഇതിനെക്കുറിച്ച് പലരും കേശവൻ നായരുടെ അടുക്കൽ ചെന്ന് പറയുകയാൽ ഇതിൻ്റെ പരമാർത്ഥം അറിയുന്നതിനായി ഒരു ചന്ത ദിവസം കേശവൻ നായർ തെക്കേടത്ത് നിന്ന് തന്നെ ചില സാധനങ്ങൾ ചുമടുകെട്ടി ചിലരുടെ കയ്യിൽ കൊടുത്ത് ചന്തയ്ക്ക് അയക്കുകയും പിന്നാലെ കേശവൻ നായരും പോവുകയും ചെയ്തു. ചുമട്ടുകാര് ചന്തസ്ഥലത്തിൻ്റെ കിഴക്കേ അറ്റത്തായപ്പോൾ പതിവ് പോലെ അക്രമികളായ മുഹമ്മദീയര് അടുത്തുകൂടി ചുമടുകൾ താഴ്ത്തി വയ്ക്കാൻ പറഞ്ഞു. പക്ഷേ പിൻബലമുണ്ടായിരുന്നതുകൊണ്ട് ആ ചുമട്ടുകാർ ആ മുഹമ്മദീയരുടെ വാക്കിനെ ഒട്ടും വക വച്ചില്ല. അപ്പോൾ ആ അക്രമികൾ ചുമടുകൾക്ക് കടന്നു പിടിച്ചു. അത്രയുമായപ്പോൾ കേശവൻ നായർ അടുത്തു ചെന്ന് അവരുടെ ഇടയിൽ കൂടി കടന്ന് പടിഞ്ഞാട്ട് പോയി. ആ സമയത്ത് അദ്ദേഹം എന്താണ് ആ മിന്നൽ നേരം കൊണ്ട് പ്രവർത്തിച്ചതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ മുഹമ്മദീയരെല്ലാം സ്തംഭിച്ച് ഇളകാൻ പോലും വയ്യാതെ കൽത്തൂണുകൾ പോലെ നിലയുറപ്പിച്ചു. എന്ന് മാത്രമല്ല, ചുമട്ടുകാര് സാമാനങ്ങൾ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് വില വാങ്ങി തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഈ അക്രമികളുടെ സഹോദരന്മാരും ബന്ധുക്കളുമായ ചിലര് ഇവരിങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് കാരണമറിയുന്നതിനായി അവരുടെ അടുക്കൽ ചെന്നു. നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു. സ്തംഭിച്ച് നിന്നിരുന്ന അവർക്ക് മിണ്ടാൻ പോലും വയ്യാതെയായിരുന്നതുകൊണ്ട് അവർ ഒന്നും മിണ്ടിയില്ല. അത്രയും കൂടിയായപ്പോൾ
മറ്റവർക്ക് ഭീതിയും പരിഭ്രമവും കലശലായി. അപ്പോ അവിടെ നിന്നവരിൽ ചിലർ പറഞ്ഞു, തെക്കേടത്ത് കേശവൻ നായർ ഇതിലേ കൂടി കടന്ന് ചന്തയിലേക്ക് പോയി. അദ്ദേഹം വല്ലതും ചെയ്തിട്ടായിരിക്കണം ഇവരിങ്ങനെ ആയത്. ഇവർ അദ്ദേഹത്തിൻ്റെ കൂലിക്കാരുടെ ചുമടുകൾക്ക് കടന്നു പിടിച്ചു. ആ സമയത്താണ് അദ്ദേഹം ഇതിലേ കടന്നു പോയത് എന്ന് ആ കണ്ടു നിന്നവർ പറഞ്ഞു. അത് കേട്ട് ആ അന്വേഷിക്കാൻ വന്ന മുഹമ്മദീയൻ ചന്തയിൽ കടന്ന് അന്വേഷിച്ച് കേശവൻ നായരെ കണ്ടുപിടിച്ചു. ഉടനെ കേശവൻ നായരോട് അവർ പറഞ്ഞു, ആ കഥയില്ലാത്ത വിഡ്ഢികൾ ആളും അവസ്ഥയും അറിയാതെ ചെയ്തു പോയ തെറ്റിനെ ക്ഷമിച്ച് അവരെ സുഖപ്പെടുത്തി വിട്ടയക്കണം എന്നപേക്ഷിച്ചു. അത് കേട്ട ഉടനെ കേശവൻ നായർ സ്തംഭിച്ച് നിന്നിരുന്ന ആ മുഹമ്മദീയരുടെ അടുക്കൽ ചെന്ന് തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് അവരുടെ എല്ലാവരുടെയും മാറത്തൊന്നു തൊട്ടു. ഉടനെ അവർ സ്തബ്ധത വിട്ട് സ്വസ്ഥരായി. ഉടനെ തന്നെ കേശവൻ നായർ അവരോടും പറഞ്ഞു, മേലാൽ കടുത്തുരുത്തി മുതലായ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരെ ഒരിക്കലും ഉപദ്രവിക്കില്ല എന്ന് സത്യം ചെയ്യണം എന്ന് പറഞ്ഞ് സത്യം ചെയ്യിച്ചിട്ട് വിട്ടയച്ചു. ആ മുഹമ്മദീയരുടെ മനസ്സിലെ വൈരം വിട്ടുപോയില്ല. അവർ ഇതിൻ്റെ പകരം വീട്ടണമെന്ന് നിശ്ചയിച്ച് വടക്കേ മലബാറിൽ കണ്ണൂർ, തലശ്ശേരി മുതലായ സ്ഥലങ്ങളിൽ എഴുതി അയച്ച് വലിയ അഭ്യാസികളായ ഏതാനും മുഹമ്മദീയരെ വരുത്തി തലയോലപ്പറമ്പിൽ താമസിപ്പിക്കുകയും കടുത്തുരുത്തി മുതലായ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരെ നല്ല പാഠം പഠിപ്പിച്ച് അയക്കണമെന്ന് പറഞ്ഞ് ചട്ടം കെട്ടുകയും ചെയ്തു. ഈ വിവരം എങ്ങനെയോ കേശവൻ നായർ അറിയുകയും ഒരു ചന്ത ദിവസം കടുത്തുരുത്തിയിൽ നിന്ന് ചന്തയ്ക്ക് പോയവരുടെ പിന്നാലെ അദ്ദേഹം തൻ്റെ മുച്ചാൻ വടിയും എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. മുമ്പ് പോയ ചുമട്ടുകാർ ചന്തയുടെ അറ്റത്തായപ്പോൾ വടക്കർ മുഹമ്മദീയർ അവിടെ എത്തി അവരെ തടഞ്ഞു നിർത്തി. അവരെ തടഞ്ഞു നിർത്തി ചുമടുകൾ പിടിച്ചു പറിക്കാൻ ശ്രമം തുടങ്ങി. അപ്പോഴേക്കും കേശവൻ നായർ അവിടെ എത്തി മുഹമ്മദീയരോട് നേരിട്ടു. പിന്നെ ആ വടക്കരും കേശവൻ നായരും തമ്മിൽ മുറയ്ക്ക് അങ്ങോട്ട് പോരാട്ടം തുടങ്ങി. അതൊരു 1/4 നാഴിക നേരം ഉണ്ടായി. അപ്പോഴേക്കും ആ മുഹമ്മദീയര് തോറ്റ് തുന്നം പാടി. അവര് കേശവൻ നായരുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. ഞങ്ങളുടെ സമസ്ത അപരാധങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ കൊല്ലാതെ വിട്ടയക്കണേ എന്നപേക്ഷിച്ചു. കരുണാനിധിയായിരുന്ന കേശവൻ നായർ ഇതു കേട്ട് മനസ്സലിയുകയാൽ ഉടനെ പോരാട്ടം മതിയാക്കി. പിന്നെ ആ മുഹമ്മദീയർ അദ്ദേഹത്തെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, ഈ അഭ്യാസമുറകൾ തങ്ങളെ കൂടി പഠിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയും കേശവൻ നായർ സദയം അതും സമ്മതിക്കുകയും അവരെ കൂടി കടുത്തുരുത്തിയിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് ചിലതൊക്കെ പഠിപ്പിച്ച് പറഞ്ഞയക്കുകയും ചെയ്തു. ഇതുകൂടി കഴിഞ്ഞപ്പോൾ കേശവൻ നായരുടെ കീർത്തി ഉത്തര മലബാറിൻ്റെ അങ്ങേയറ്റം വരെ വ്യാപിച്ചു. ഇതുകൂടാണ്ട് ഒരിക്കൽ ഒരു കുംഭമാസത്തിൽ തിരുവാതിര നാള് കേശവൻ നായർ പകലേ ഊണും കഴിച്ച് ചില കൂട്ടുകാരോടുകൂടി ഏറ്റുമാനൂർ ആറാട്ട് ആഘോഷം കാണാൻ അങ്ങോട്ട് പുറപ്പെട്ടു. ഒരു 5-6 നാഴിക ഇരുട്ടായപ്പോൾ അവര് കോതനല്ലൂർ എന്ന സ്ഥലത്തെത്തി. അപ്പോൾ മുൻഭാഗത്തായി ചില സ്ത്രീകളുടെ നിലവിളി കേൾക്കുകയാൽ അതിൻ്റെ കാരണമറിയുന്നതിനായി അവര് ക്ഷണത്തിൽ നടന്ന് ആ സ്ഥലത്തെത്തി. അപ്പോൾ ആറാട്ട് കാണാനായി തന്നെ പോകുന്ന ചില സ്ത്രീകളെ തടഞ്ഞു നിർത്തി ചില തസ്കരന്മാർ അവരുടെ ആഭരണങ്ങൾ അപഹരിക്കുന്നതായിട്ടാണ് കേശവൻ നായർ കണ്ടത്. തസ്കരന്മാരുടെ സംഖ്യ തങ്ങളെക്കാൾ അധികമുണ്ടായിരുന്നതിനാൽ കൂട്ടുകാരെല്ലാവരും ഭയപ്പെട്ട് പിന്മാറി. എങ്കിലും ധൈര്യശാലിയായ കേശവൻ നായർ തൻ്റെ വടിയും കൊണ്ട് തസ്കരന്മാരോട് നേരിട്ടു. ക്ഷണനേരം കൊണ്ട് അദ്ദേഹം ആ ആക്രമികളെയെല്ലാം അടിച്ച് നിലം പതിച്ചു. ആ കള്ളന്മാരെല്ലാം വീണതായി കണ്ടപ്പോൾ കൂട്ടുകാരും പിന്നീട് അടുത്തു വന്നു. അവരെല്ലാവരും കൂടി ആ തസ്കരന്മാരുടെ ദേഹപരിശോധന കഴിച്ചപ്പോൾ അവരുടെ മടിയിലും കുപ്പായ കീശയിലും മറ്റുമായി അനേകം ആഭരണങ്ങൾ കണ്ടുകിട്ടി. അവര് അവയെല്ലാം എടുക്കുകയും
അവിടെ അടുത്തു തന്നെ കരഞ്ഞുകൊണ്ട് നിന്നിരുന്ന സ്ത്രീകളുടെ ആഭരണങ്ങളെല്ലാം അവർക്കൊക്കെ കൊടുക്കുകയും ശേഷമുണ്ടായിരുന്നവ ഏറ്റുമാനൂർക്ക് കൊണ്ടുപോയി പോലീസ് അധികാരികളെ ഏൽപ്പിച്ച് വിവരം പറയുകയും ചെയ്തു. അവയെല്ലാം പിന്നീട് പോലീസുകാരുടെ പരസ്യമനുസരിച്ച് ഉടമസ്ഥന്മാർ ഹാജരായി തെളിവ് സഹിതം അപേക്ഷ കൊടുത്ത് വാങ്ങിക്കൊണ്ടുപോയി. അങ്ങനെ കേശവൻ നായരും കൂട്ടരും ആറാട്ടാഘോഷങ്ങളെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം പിറ്റേ ദിവസം കാലത്ത് മടങ്ങിച്ചെന്നപ്പോഴും ആ തസ്കരന്മാർ വീണ സ്ഥലത്ത് തന്നെ ബോധരഹിതരായി കിടക്കുന്നുണ്ടായിരുന്നു. കേശവൻ നായർ അവരെയെല്ലാം പിടിച്ചെഴുന്നേൽപ്പിച്ച് സ്വസ്ഥരാക്കിയതിൻ്റെ ശേഷം മേലാൽ സ്ത്രീജനങ്ങളെയും സാധുക്കളെയും ഉപദ്രവിക്കരുതെന്നും മറ്റും ഗുണദോഷിച്ച് അവരുടെ വാസസ്ഥലങ്ങളിലേക്ക് പറഞ്ഞയച്ചു. ഈ സംഗതി നടന്നത് ഏറ്റുമാനൂർ ആറാട്ടുനാൾ അതിനടുത്ത സ്ഥലത്തു വച്ചായതുകൊണ്ടും ആറാട്ടിന് പല സ്ഥലങ്ങളിൽ നിന്നുമായി അവിടെ അസംഖ്യം ജനങ്ങൾ കൂടിയിരുന്നതുകൊണ്ടും ഇത് തിരുവിതാംകൂറിൽ മാത്രമല്ല മറ്റനേകം അയൽ രാജ്യങ്ങളിലും പ്രസിദ്ധമായി തീർന്നു. ഇത് കൂടാണ്ട് ഒരിക്കൽ പള്ളിപ്പാട്ടുള്ള കോയിക്കലേത്തു വീട്ടിൽ ഏതാനും പണത്തിന് ആവശ്യമായി വരികയാൽ ചില വസ്തുക്കൾ തെക്കേടത്തേക്ക് പണയമെഴുതി കൊടുത്ത് അത് വാങ്ങിയിരുന്നു. ആ ഏർപ്പാട് നിമിത്തം അക്കാലം മുതൽ ആ രണ്ട് വീട്ടുകാരും തമ്മിൽ ഏറ്റവും മൈത്രിയോടുകൂടിയാണ് വർത്തിച്ചിരുന്നത്. അക്കാലത്ത് കോയിക്കലേത്തുണ്ടായിരുന്ന രണ്ട് ആനകളെ ആർക്കെങ്കിലും പണിക്ക് ഏർപ്പെടുത്തി കൊടുത്ത് കൂലി വാങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞ് തെക്കേടത്ത് ഏൽപ്പിച്ചിരുന്നു. ആ ആനക്കൂലി വക 1000 ചില്വാനം രൂപ തെക്കേടത്ത് വന്നു ചേർന്നപ്പോൾ അതൊരു സഞ്ചിയിലിട്ട് കെട്ടി ഒരു ഭൃത്യനെ കൊണ്ട് എടുപ്പിച്ചുകൊണ്ട് കേശവൻ നായർ പള്ളിപ്പാട്ടേക്ക് പുറപ്പെട്ടു. അങ്ങനെ ഏറ്റുമാനൂരെത്തിയപ്പോൾ അവിടെ നിന്ന് ഒരു വഞ്ചി പള്ളിപ്പാട്ടേക്ക് പോകുന്നുണ്ടെന്നും കോയിക്കലേത്തുകാരുടെ ആവശ്യപ്രകാരം ചില തടിയുരുപ്പടികൾ കയറ്റി വല്ലിടത്ത് മൂത്തതാണ് അത് അയക്കുന്നതെന്നും അറിയുകയാൽ കേശവൻ നായർ മൂത്തതിൻ്റെ അനുവാദം വാങ്ങിക്കൊണ്ട് ഭൃത്യനോടുകൂടി പണവും കൊണ്ട് ആ വഞ്ചിയിൽ കയറി യാത്ര തുടർന്നു. അങ്ങനെ വഞ്ചി സാവധാനത്തിൽ വിട്ടു. ഏതാണ്ട് കരിമ്പാവളവ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ തണ്ടുവച്ച 2 തോണികൾ അതിവേഗത്തിൽ വിട്ടുവന്ന് ഈ വഞ്ചിയുടെ 2 വശത്തും ചേർന്നു. അങ്ങനെ ആ തോണികളിൽ നിന്ന് ചിലര് ഈ വഞ്ചിയിൽ കയറി കേശവൻ നായരുടെ അടുക്കൽ ചെന്ന് കൈവശമുള്ളതെല്ലാം അങ്ങോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. തൻ്റെ കൈവശമൊന്നുമില്ലെന്നായിരുന്നു കേശവൻ നായരുടെ മറുപടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ആ പണസഞ്ചി ഇരിക്കുന്നത് കണ്ടിട്ട് ഹേയ് ഇതെന്താ എന്ന് അവർ ചോദിച്ചു. ആ ഇത് കുറച്ച് അരിയാണ് എന്ന് കേശവൻ നായർ പറഞ്ഞു. അപ്പോൾ കേശവൻ നായരുടെ കാതിൽ മിന്നിത്തിളങ്ങുന്ന വൈരക്കല്ല് കടുക്കൻ കിടക്കുന്നത് കണ്ടിട്ട് ആ എന്നാൽ ആ കടുക്കൻ അഴിച്ചിങ്ങോട്ട് തരിക എന്ന് ആ അക്രമികൾ പറഞ്ഞു. അതിനുത്തരമായിട്ട് കേശവൻ നായർ പറഞ്ഞു, ഹേയ് ഈ കടുക്കൻ അഴിച്ചെടുക്കാവുന്ന വിധത്തിലല്ല ഇട്ടുറപ്പിച്ചിരിക്കണത് എന്നായിരുന്നു. അത് കേട്ടപ്പോൾ ആ അക്രമികൾ പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ, അതിന് വിഷമിക്കണ്ട, എന്നാൽ കാതറുത്ത് ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് അടുത്തു. അത് കണ്ട ഉടനെ കേശവൻ നായർ മനസ്സിൽ വിചാരിച്ചു, ആ ഇനി അമാന്തിച്ചിരിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് ആ 2 തോണിയിലും ഉണ്ടായിരുന്നവർക്കെല്ലാം ഓരോ വീക്ക് വച്ചു കൊടുത്തു. അവരെല്ലാം ബോധം കെട്ട് വെള്ളത്തിൽ വീണു. ഉടനെ കേശവൻ നായരും അദ്ദേഹത്തിൻ്റെ ഭൃത്യനും ആ വഞ്ചിക്കാരും കൂടി അവരെയും പിടിച്ചെടുത്ത് അവരുടെ തോണികളിലാക്കി. ആ സമയത്ത് അവരുടെ തോണിയിൽ ഒരു മടിശീല ഇരിക്കുന്നത് കണ്ട് അതെടുത്ത് കേശവൻ നായർ തൻ്റെ ഭൃത്യന് സമ്മാനിച്ചു. അതിൽ ഏകദേശം 1 ഇടങ്ങഴിയോളം വെള്ളിച്ചക്രമുണ്ടായിരുന്നു എന്ന് പിന്നീട് ആ ഭൃത്യൻ പറഞ്ഞുവത്രേ. അക്കാലത്ത് തിരുവിതാംകൂറിൽ നടപ്പുണ്ടായിരുന്ന പ്രധാന നാണയം വെള്ളിച്ചക്രമായിരുന്നല്ലോ. അങ്ങനെ ആ അക്രമികളുടെ തോണികളും തടിയുരുപ്പടികൾ കയറ്റിയിരുന്ന വഞ്ചിയോട് ചേർത്ത് കെട്ടിക്കൊണ്ട് അവിടെ നിന്ന് പുറപ്പെട്ട് അടുത്തുണ്ടായിരുന്ന കാവൽ സ്ഥലത്ത് ചെന്ന്
ആ അക്രമികളെയെല്ലാം സ്വസ്ഥരാക്കി അവിടെ ഏൽപ്പിച്ചു. അവരുടെ ഒരു തോണിയും അവിടെ കൊടുത്തു. പിന്നെ വഞ്ചി നേരെ പള്ളിപ്പാട്ടേക്ക് വിട്ട് കോയിക്കലേത്ത് കടവിലടുത്തു. മൂത്തതിൻ്റെ വഞ്ചിക്കാർ തടിയുരുപ്പടികളും കേശവൻ നായർ രൂപയും കോയിക്കലത്തെ കാരണവരെ ഏൽപ്പിച്ചു കൊടുത്തതിൻ്റെ ശേഷം കുളിയും ഊണും കഴിച്ച് അന്ന് തന്നെ മടങ്ങിപ്പോരുകയും ചെയ്തു. ആ അക്രമികളുടെ തോണികളിൽ ഒന്ന് കാവൽ സ്ഥലത്ത് കൊടുത്തതിൻ്റെ ശേഷം മറ്റൊന്നുണ്ടായിരുന്നത് മൂത്തതിൻ്റെ വഞ്ചിക്കാരിൽ ഒരാൾ കൊണ്ടുപോയി. അയാളുടെ പിന്തലമുറക്കാർ ഇപ്പോഴും ആ തോണി ഉപയോഗിക്കുന്നുണ്ടത്രേ. ഇത് കൂടാണ്ട് ഒരിക്കൽ കോഴിക്കോട്ടുകാരനും വലിയ ധനവാനുമായിരുന്ന ഒരു മുഹമ്മദീയ യുവാവ് ക്ഷയരോഗബാധിതനായി തീരുകയാൽ അനേകം വൈദ്യന്മാരെ കണ്ട് രോഗവിവരങ്ങളെല്ലാം പറയുകയും അവർ പറഞ്ഞ ചികിത്സകളെല്ലാം ചെയ്യുകയും ചെയ്തിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. അങ്ങനെ ഭഗ്നാശനായി പാർത്തിരുന്ന കാലത്ത് തെക്കേടത്ത് കേശവൻ നായരുടെ യോഗ്യതകൾ ചിലർ പറഞ്ഞ് അറിയാനിടയായി. അതിനാൽ ആ മുഹമ്മദീയ യുവാവ് ചില ഭൃത്യന്മാരോടുകൂടി തെക്കേടത്തെത്തി കേശവൻ നായരെ കണ്ട് രോഗവിവരങ്ങളെല്ലാം അങ്ങോട്ട് ഗ്രഹിപ്പിച്ചു. കേശവൻ നായർ ഉടനെ ആ യുവാവിൻ്റെ നാഡികൾ പരിശോധിച്ച ശേഷം പറഞ്ഞു, ഈ രോഗനിദാനം അമിത ഭോഗമാണെന്ന് വിധിച്ചു. അത് ആ യുവാവ് സമ്മതിച്ചില്ല. പിന്നെ കേശവൻ നായർ ആ യുവാവിൻ്റെ കൂടെ വന്നിരുന്ന ഭൃത്യന്മാരെയെല്ലാം ദൂരെ മാറ്റി നിർത്തിയിട്ട് യുവാവിനോട് പറഞ്ഞു, ഹേയ്, നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഏയ് ഇല്ല എന്ന് യുവാവ് പറഞ്ഞതിൻ്റെ ശേഷം കേശവൻ നായർ ആ യുവാവിൻ്റെ അമിത ഭോഗത്തിൽ അത്യാസക്തി ജനിച്ച കാലത്തെയും അത് അധികമായി ഉപയോഗിച്ച സമയത്തെയും മറ്റും കുറിച്ച് കണ്ടറിഞ്ഞതുപോലെ സൂക്ഷ്മമായി അങ്ങോട്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ യുവാവ് ലജ്ജാവനത മുഖനായി സർവവും അങ്ങോട്ട് സമ്മതിച്ചു. പിന്നെ കേശവൻ നായർ നിശ്ചയിച്ച ചികിത്സകൾ ചെയ്തുകൊണ്ട് ആ മുഹമ്മദീയൻ കടുത്തുരുത്തിയിൽ തന്നെ താമസിക്കുകയും അജിരേണ സ്വസ്ഥ ശരീരനായി തിരിച്ചു പോവുകയും ചെയ്തു. തെക്കേടത്ത് കുടുംബക്കാർക്ക് സർവോപരി സാമർഥ്യവും ജ്ഞാനവും നിശ്ചയമുള്ളത് നാഡീ പരിശോധനയിലാണെന്നുള്ളത് പ്രസിദ്ധാണല്ലോ. അതിന് ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇങ്ങനെ ഒരു ദിവസം കേശവൻ നായർ ചില കൃഷിപ്പണികൾ നടത്താനായിട്ട് പാടത്തേക്ക് പോയിട്ട് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ വഴിയിൽ വച്ച് ചിലരെ കാണുകയാൽ അവർ ഏത് ദിക്കുകാരാണെന്നും എവിടെ പൂവിയാണെന്നും മറ്റും ചോദിച്ചു. അപ്പോൾ അവരിൽ ഒരാൾ കൂട്ടുകാരിൽ ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ മനുഷ്യൻ അയാളുടെ വീട്ടിലെ മുകളിലത്തെ ഉത്തരത്തിന്മേൽ നിന്ന് ഒരു സാധനമെടുക്കുന്നതിനായി ഒരു കൈ പൊക്കി. അപ്പോൾ അയാൾക്ക് ഒരു കോട്ടുവായുമുണ്ടായി. അതോടുകൂടി അയാൾക്ക് പൊക്കിയ കയ്യ് താഴ്ത്താനും തുറന്ന വായ അടയ്ക്കാനും വയ്യാതെയായി. അതിനാൽ ഈ മനുഷ്യനെ തെക്കേടത്ത് കൊണ്ടുപോയി കേശവൻ നായരെ കാണിച്ച് വല്ലതും ചെയ്യിക്കണമെന്ന് വിചാരിച്ച് പോവുകയാണ്. ഞങ്ങൾ വടക്കേ മലബാറിലുള്ളവരാണ്. തെക്കേടത്ത് കേശവൻ നായരെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഉടനെ കേശവൻ നായർ ആ കൈ പൊക്കിയും വായ് പൊളിച്ചും നിന്നിരുന്ന മനുഷ്യൻ്റെ പിന്നിൽ ചെന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട് പുറത്ത് ഒരൊറ്റ വീക്ക് അങ്ങോട്ട് വച്ചു കൊടുത്തു. അടി കൊണ്ട് ആ മനുഷ്യൻ അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് ഒന്ന് പുളയുകയും അതോടുകൂടി അയാളുടെ കയ്യും വായും പൂർവ്വസ്ഥിതിയിലാവുകയും അയാൾ സ്വസ്ഥനായി തീരുകയൊക്കെ ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം തന്നെ ആയിരിക്കും കേശവൻ നായർ എന്ന് വടക്കർക്ക് തോന്നി. കേശവൻ നായർ പാടത്തു നിന്ന് വരുന്ന വരവായിരുന്നതിനാൽ ഒരു തോർത്തുമുണ്ട് മാത്രം ഉടുത്തും മേലൊക്കെ ചേറണിഞ്ഞുമിരുന്നത് കൊണ്ട് ആദ്യം അദ്ദേഹത്തെ കണ്ടപ്പോൾ അവർക്ക് ആ സംശയം ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ ഈ അത്ഭുത പ്രവൃത്തി കണ്ടപ്പോൾ അവർക്ക് സംശയം തോന്നിയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോട് സ്വകാര്യമായി ചോദിച്ചു. സംശയം തീർത്തതിൻ്റെ ശേഷം അവർ കേശവൻ നായരെ സാദരം വന്ദിച്ച് യാത്ര പറഞ്ഞുകൊണ്ട് പിരിഞ്ഞുപോയി. ഉടനെ കേശവൻ നായർ കുളിക്കാനും പോയി. പിന്നീടൊരിക്കൽ ഒരു ധനുമാസത്തിൽ തിരുവാതിര നാള് കുടമാളൂർ തെക്കേടത്ത് മനയ്ക്കൽ തിരുവാതിര, അതായത് കൈകൊട്ടിക്കളി,
അത് കളിച്ചുകൊണ്ട് നിന്നിരുന്ന ഒരന്തർജനം എങ്ങനെയോ മറിഞ്ഞു വീഴുകയാൽ ഒരു കൈയൊടിഞ്ഞുപോയി. ഉടനെ തിരുമ്മകാരനായ ഒരു നമ്പൂരിയെ വരുത്തി ആ കൈ വച്ച് കെട്ടി. അപ്പോൾ അന്തർജനം ബോധരഹിതയായി തീർന്നു. പിന്നെ ആ നമ്പൂരി പല വിദ്യകളൊക്കെ പ്രയോഗിച്ച് നോക്കിയിട്ടും അന്തർജനത്തിന് ബോധം വീണില്ല. അതിനാൽ ഭട്ടതിരിക്ക് വയസ്കര ആര്യൻ നാരായണൻ മൂസവർകളെ കൊണ്ടുവരുന്നതിന് ഒരാളെ അയച്ചു. ആ ആള് വയസ്കരെ ചെന്ന് വിവരമെല്ലാം അറിയിച്ചപ്പോൾ മൂസവർകൾ പറഞ്ഞത് എന്താണെന്നറിയോ? അതായത് കയ്യും കാലും മറ്റും ഒടിഞ്ഞാൽ വെച്ചുകെട്ടി ചികിത്സിച്ച് ഭേദമാക്കാൻ പഠിപ്പും പരിചയവും പഴക്കവും തെക്കേടത്ത് കേശവൻ നായരെ പോലെ ഉണ്ടായിട്ട് ഇപ്പോ മറ്റാരും ഉണ്ടെന്ന് തോന്നണില്ല. അതിനാൽ ആ മനുഷ്യനെ വരുത്തി ഉടനെ എന്തെങ്കിലും ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത് എന്നായിരുന്നു ആര്യൻ നാരായണൻ മൂസവർകൾ പറഞ്ഞു വിട്ടത്. അത് കേട്ട് ഭട്ടതിരിപ്പാട്ടിലെ ആള് മടങ്ങിച്ചെന്ന ആ വിവരം അവിടെ അറിയിച്ചു. ഉടനെ ഭട്ടതിരിപ്പാട് കടുത്തുരുത്തിക്ക് ആളെ അയച്ച് കേശവൻ നായരെ കുടമാളൂര് വരുത്തി. കേശവൻ നായർ ആദ്യം നമ്പൂരി വെച്ച് കെട്ടിയ ആ കെട്ടഴിച്ച് അന്തർജനത്തിൻ്റെ കൈ വേണ്ടതുപോലെ വെച്ച് കെട്ടി. അപ്പോൾ തന്നെ അന്തർജനത്തിന് ബോധം വീണു. പിന്നെ കേശവൻ നായർ ഏതാനും ദിവസം അവിടെ താമസിച്ച് വേണ്ടുന്ന ചികിത്സകളും തിരുമുകളും മറ്റും കഴിക്കുകയും അന്തർജനം സ്വസ്ഥതയെ പ്രാപിക്കുകയും ഭട്ടതിരിപ്പാട് കേശവൻ നായർക്ക് പലവിധ സമ്മാനങ്ങളും കൊടുത്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചയക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഇടപ്പള്ളി സ്വരൂപത്തിലെ ഒരു തമ്പുരാനും 1055 നാട് നീങ്ങിപ്പോയ ആയില്യം തിരുനാൾ മഹാരാജാവ് തിരുമനസിലെ അമ്മച്ചിക്കും സഹിക്കവയ്യാതെ കൊണ്ടുള്ള ഒരു വയറ്റിൽ വേദന ഉണ്ടാവുകയും കോഴിക്കോട് അന്നത്തെ ഏറാൾപ്പാട് തമ്പുരാൻ അവർകൾക്കും പുലിക്കോട്ട് MD മെത്രാപ്പൊലീത്ത അവർകൾക്കും എന്തോ അബദ്ധം പറ്റുകയാൽ കൈകൾ ഒടിയുകയും കൊച്ചി രാജകുടുംബത്തിൽ ചില തമ്പുരാക്കന്മാർക്കും തമ്പുരാട്ടിമാർക്കും ചില ശീലായ്മകൾ ഉണ്ടാവുകയും അതത് സ്ഥലങ്ങളിലുള്ള വൈദ്യന്മാരെ കൊണ്ടും മറ്റും പലതും ചെയ്യിപ്പിച്ചിട്ടും ഫലം ഒന്നും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുകയാൽ ആ സ്ഥലങ്ങളിൽ നിന്നെല്ലാം കേശവൻ നായർക്ക് ആളുകൾ വരികയും ചെയ്യുകയാൽ അദ്ദേഹം ആ സ്ഥലങ്ങളിലെല്ലാം ചെന്ന് യഥാക്രമം തിരുമും വെച്ചുകെട്ടും ചികിത്സകളും നടത്തുകയാൽ അവർക്കും അചിരേണ പൂർണ്ണ സുഖം സിദ്ധിച്ചു. അതിനാൽ ഓരോ രാജസ്ഥാനങ്ങളിൽ നിന്നും മറ്റുമായി കേശവൻ നായർക്ക് വീരശൃംഖലകൾ മുതലായ അനേകം സമ്മാനങ്ങൾ കിട്ടുകയും ചെയ്തു. തിരുവിതാംകൂർ, കൊച്ചി, ബ്രിട്ടീഷ് മലബാർ എന്നീ 3 സംസ്ഥാനങ്ങളിൽ നിന്നുമായി ഇത്ര വളരെ രാജസമ്മാനങ്ങളും മറ്റും ലഭിച്ചിട്ടുള്ള ഒരു വിദ്വാൻ ഈ കേശവൻ നായരല്ലാതെ കേരളത്തിൽ വേറെ ആരുമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കേശവൻ നായർക്ക് ബാലി വഴി, ഭീമൻ വഴി എന്ന് 2 തരത്തിലുള്ള അഭ്യാസമുറകളും ആനച്ചടക്കം, പന്നിച്ചടക്കം എന്നീ 2 തരം ചടക്കങ്ങളും 12 തരത്തിലുള്ള തിരുമുകളും 6 വിധമുള്ള മുഷ്ടികളും കൂടാതെ മറ്റനേകം വിധത്തിലുള്ള വിദ്യകളും വശായിരുന്നു. അദ്ദേഹം ആര്യവൈദ്യശാസ്ത്രത്തിൽ മാത്രമല്ല, ചിന്താമണി, അറബി മുതലായ വൈദ്യശാസ്ത്രങ്ങളിലും അതിനിപുണനായിരുന്നു. അദ്ദേഹത്തിന് ഇവയ്ക്കും പുറമെ ചില മന്ത്ര ഔഷധ പ്രയോഗങ്ങളും ഉണ്ടായിരുന്നു. ഈ കേശവൻ നായർ ഒരിക്കൽ ഗംഗാസ്നാനം, വിശ്വനാഥ ദർശനം, ഗയാശ്രാർത്ഥം മുതലായ പുണ്യകർമ്മങ്ങൾ നടത്തണമെന്ന് നിശ്ചയിച്ച് വടക്കോട്ടയ്ക്ക് അങ്ങോട്ട് പുറപ്പെട്ടു. തീവണ്ടിയിൽ അദ്ദേഹം കയറിയിരുന്ന മുറിയിൽ തന്നെ ഒരു മഹാരാഷ്ട്ര ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ടായിരുന്നു. അവർക്ക് എന്തോ വലിയ മനോവിചാരമുള്ളതുപോലെ മുഖം മ്ലാനമായിരുന്നു. അത് കണ്ടിട്ട് കേശവൻ നായർ അതിൻ്റെ കാരണം എന്താണെന്ന് ആ ബ്രാഹ്മണനോട് അവരുടെ ഭാഷയിൽ ചോദിച്ചു. അപ്പോൾ ആ ബ്രാഹ്മണൻ അവരുടെ ഭാഷയിൽ തന്നെ താൻ ഈ സ്ത്രീയെ വിവാഹം ചെയ്തത് തൻ്റെ മാതാപിതാക്കന്മാരുടെയും മറ്റും സമ്മതം കൂടാതെയാണെന്നും വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യയെ ആദ്യമായാണ് സ്വന്തം ഗൃഹത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്നും അവിടെ ചെന്നാൽ തങ്ങളെ സ്വീകരിക്കുമോ ആട്ടിപ്പുറത്താക്കുമോ എന്നുള്ള വിചാരം കൊണ്ടാണ് മനസ്സിന് സ്വസ്ഥതയില്ലാതെയായിരിക്കുന്നതെന്നും മറ്റും പറഞ്ഞു. അത് കേട്ട ഉടനെ കേശവൻ നായർ തൻ്റെ പെട്ടി തുറന്ന് ഒരു ഗുളിക എടുത്തു കൊടുത്തിട്ട് ആ ബ്രാഹ്മണനോട് പറഞ്ഞു, ഹേയ്, നിങ്ങൾ 2 പേരും ഈ ഗുളിക അരച്ച് തിലകം ധരിച്ചു കൊണ്ടുവേണം ഗൃഹത്തിൽ ചെല്ലുവാൻ. എന്നാൽ അവിടെ ആരും നിങ്ങളെ ധിക്കരിക്കില്ല എന്ന് മാത്രമല്ല,
എല്ലാവരും നിങ്ങളെ അവിടെ സാദരം സ്വീകരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ആ ബ്രാഹ്മണൻ അത് കേട്ട് വളരെ സന്തോഷിക്കുകയും സാദരം ആ ഗുളിക വാങ്ങി തൻ്റെ പെട്ടിയിൽ വയ്ക്കുകയും ചെയ്തു. അപ്പോഴേക്കും വണ്ടി അദ്ദേഹത്തിന് ഇറങ്ങാനുള്ള സ്റ്റേഷനെത്തി. ഉടനെ ആ ബ്രാഹ്മണൻ കേശവൻ നായരോട് എന്നാൽ ഇനി പിന്നെ കണ്ടോളാം എന്ന് യാത്രയും പറഞ്ഞ് ഭാര്യയോടുകൂടി വണ്ടിയിൽ നിന്നിറങ്ങിപ്പോയി. അങ്ങനെ അവരുടെ ഗൃഹത്തിലേക്ക് തീവണ്ടി സ്റ്റേഷനിൽ നിന്ന് അധികം ദൂരം ഇല്ലായിരുന്നതിനാൽ അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉടനെ തന്നെ ഗുളികയെടുത്ത് അരച്ച് തിലകം ധരിച്ചുകൊണ്ടാണ് ഗൃഹത്തിലേക്ക് ചെന്നത്. അവര് അവിടെ ചെന്നിട്ട് അവിടെയുണ്ടായിരുന്നവരെല്ലാവരും സന്തോഷസമേതം അവരെ സ്വീകരിക്കുകയും കുശലപ്രശ്നം ചെയ്യുകയും വളരെ സ്നേഹത്തോടുകൂടി വർത്തിക്കുകയും ചെയ്തു. ഈ സ്ഥിതി കണ്ടപ്പോൾ ആ ബ്രാഹ്മണന് കേശവൻ നായരെക്കുറിച്ച് അളവറ്റ ബഹുമാനം തോന്നിയും കേശവൻ നായർ മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തെ യഥായോഗ്യം സൽക്കരിച്ചയക്കണമെന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തുകയും ചെയ്തു. പിന്നെ ആ ബ്രാഹ്മണൻ കേശവൻ നായർ ഗംഗാസ്നാനാദികളെല്ലാം കഴിഞ്ഞ് മടങ്ങി വരാനുള്ള കാലം ഏകദേശം അടുത്തപ്പോൾ ദിവസം തോറും വടക്ക് നിന്ന് വണ്ടി വരുന്ന സമയത്ത് തീവണ്ടി സ്റ്റേഷനിൽ ചെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കേശവൻ നായർ അവിടെ വന്നു ചേർന്നു. വണ്ടി നിന്നയുടനെ ആ ബ്രാഹ്മണൻ കേശവൻ നായർ ഇരുന്നിരുന്ന മുറിയിൽ കയറി ചെന്ന് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു പണക്കിഴി കേശവൻ നായരുടെ മുമ്പിൽ വച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഗുളികാപ്രയോഗം ഞങ്ങൾക്ക് വേണ്ടതുപോലെ ഫലിച്ചു. അതിനാൽ എൻ്റെ ഈ ചെറിയ പാരിതോഷികം നിങ്ങൾ സദയം സ്വീകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കണു എന്ന് പറഞ്ഞു. അതിന് മറുപടിയായിട്ട് കേശവൻ നായർ പറഞ്ഞു, ഹേ, ഞാൻ പഠിച്ചിട്ടുള്ള വിദ്യകൾ കൊണ്ട് കഴിവുള്ള സഹായങ്ങൾ എല്ലാവർക്കും ചെയ്യും. അതിന് ഞാൻ യാതൊരു പ്രതിഫലവും ആരോടും വാങ്ങാറില്ല. വല്ല മഹാരാജാക്കന്മാരോ വലിയ പ്രഭുക്കന്മാരോ സമ്മാനമായി വല്ലതും തന്നാൽ വേണ്ടാന്ന് പറയാറില്ല എന്നേ ഉള്ളൂ എന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞു, ശരി, അങ്ങക്ക് വാങ്ങാൻ താല്പര്യമില്ലാച്ചാൽ വാങ്ങണ്ട. എന്നാൽ എൻ്റെ ഗൃഹത്തിൽ വന്ന് ഒരു നേരം ഭക്ഷണം കഴിച്ച് പോരുകയെങ്കിലും വേണം എന്ന് പറഞ്ഞു. അതിന് മറുപടിയായിട്ട് കേശവൻ നായർ പറഞ്ഞു, അയ്യോ, അതിനിപ്പോൾ സൗകര്യമില്ലല്ലോ എന്നാണ്. അപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞു, ശരി, എന്നാൽ ഞാൻ ഈ അടുക്കലുള്ള കാപ്പിക്കടയിൽ പോയി കുറച്ച് കാപ്പിയും പലഹാരവും വാങ്ങിക്കൊണ്ടുവരാം. വണ്ടി വിടാൻ ഇനിയും ഏകദേശം കുറച്ച് സമയം കൂടി എടുക്കൂലോ, അതുകൊണ്ട് അതെങ്കിലും അങ്ങൊന്ന് സ്വീകരിക്കണം എന്ന് നിർബന്ധപൂർവം അപേക്ഷിച്ചു. അത് കേശവൻ നായർ അനുവദിക്കുകയും ബ്രാഹ്മണൻ പോയി കാപ്പിയും പലഹാരങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരികയും അതിൽ നിന്ന് സ്വല്പമെടുത്ത് കേശവൻ നായർ കഴിക്കുകയും ശേഷമുണ്ടായിരുന്നത് അവിടെ കൂടിയിരുന്ന യാത്രക്കാർക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോഴേക്കും വണ്ടി വിടാറായതുകൊണ്ട് ബ്രാഹ്മണൻ പണക്കിഴി എടുത്തുകൊണ്ട് യാത്ര പറഞ്ഞ് വണ്ടിയിൽ നിന്നിറങ്ങിപ്പോയി. കേശവൻ നായർ ആ യാത്രയിൽ തന്നെ രാമേശ്വരത്തും പോയി സേതുസ്നാനം കഴിച്ചിട്ടാണ് സ്വദേശത്തേക്ക് വന്നത്. അദ്ദേഹം രാമേശ്വരത്ത് നിന്ന് മടങ്ങിപ്പോന്നതും തിരുവനന്തപുരത്തു കൂടിയായിരുന്നു. അപ്പോഴും അദ്ദേഹം വലിയ കൊട്ടാരത്തിൽ പോയി മുഖം കാണിക്കുകയും മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് അദ്ദേഹത്തിന് ചില സമ്മാനങ്ങൾ കൽപ്പിച്ചു കൊടുക്കുകയുമുണ്ടായി. അപ്പോൾ തന്നെ യാത്രയറിയിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോരുകയും യഥാകാലം സ്വഗൃഹത്തിൽ വന്നു ചേരുകയും ചെയ്തു. ഈ കേശവൻ നായരുടെ അത്ഭുത കർമ്മങ്ങൾ ഇനിയും ഇങ്ങനെ ഇശി വളരെ പറയാനുണ്ട്. എങ്കിലും ഇപ്പം തന്നെ കഥ ഇശി അങ്ങോട്ട് കയറിപ്പോയി. അത് ദീർഘിച്ചു പോകും എന്നുള്ള പേടി കൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് ദീർഘിപ്പിക്കണില്ല. ഇപ്രകാരമെല്ലാം അമാനുഷ പ്രഭാവനും അതിവിദ്വാനും ലോകപ്രസിദ്ധനുമായിരുന്ന ആ മഹാനും അവസാന കാലത്ത് രോഗാതുരനായി ഏതാനും ദിവസം കിടന്ന് കഷ്ടപ്പെടേണ്ടതായി വന്നു. നമ്മുടെ കേശവൻ നായരെ അവസാന കാലത്ത് ബാധിച്ച രോഗം വിദ്രധിയായിരുന്നു. അതിനു വേണ്ടുന്ന ചികിത്സകൾ നിശ്ചയിച്ചത് അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹം നിശ്ചയിച്ച മരുന്നുകളെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാഗിനേയന്മാർ തന്നെ പാകത്തിനുണ്ടാക്കി കൊടുത്ത് സേവിപ്പിച്ചു. അങ്ങനെ ഏതാനും ദിവസങ്ങൾ ചെയ്തിട്ടും രോഗത്തിനൊരു കുറവും ഉണ്ടായില്ല. അതിനാൽ ആ ഭാഗിനേയന്മാർ അദ്ദേഹത്തോട് ഈ ചികിത്സകളെല്ലാം ചെയ്തിട്ടും ദീനത്തിന് ഒരു കുറവും കാണുന്നില്ലല്ലോ. അതിനാൽ വയസ്കരെ ചെന്ന് രോഗവിവരങ്ങളെല്ലാം അറിയിച്ച് ഇനി അവിടുന്ന് നിശ്ചയിക്കുന്ന ചികിത്സകൾ ചെയ്തെങ്കിലോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് എന്ന് കേശവൻ നായരോട് പറഞ്ഞു. അത് കേട്ടിട്ട് കേശവൻ നായർ പറഞ്ഞു, ഈ ദീനത്തിന് ഇനി വിശേഷിച്ചൊന്നും ചെയ്യണമെന്ന് തോന്നണില്ല. എങ്കിലും
നിങ്ങളുടെ ഇഷ്ടം പോലെ ആവട്ടെ, ഞാൻ വിരോധമൊന്നും പറയണില്ല എന്നാണ് മറുപടി പറഞ്ഞത്. ഇങ്ങനെ കേശവൻ നായരുടെ അർത്ഥാനുവാദം വാങ്ങിക്കൊണ്ട് ആ ഭാഗിനേയന്മാരിൽ ഒരാള് വയസ്കര ചെന്ന രോഗവിവരമെല്ലാം അവിടെ അറിയിച്ചു. അപ്പോ അവിടുത്തെ മൂസവറുകൾ ചോദിച്ചു, ഇതുവരെ ചികിത്സകൾ എന്തെല്ലാമാണ് ചെയ്തത് എന്ന് ചോദിക്കുകയും ആ ചെന്നയാള് അതെല്ലാം വിവരമായി അവിടെ അറിയിക്കുകയും ചെയ്തു. പിന്നെ മൂസവറുകൾ പറഞ്ഞു, ഈ ദീനത്തിന് ഇതിലധികമായി ഒന്നും ചെയ്യേണ്ടതില്ല. എങ്കിലും ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും പറയാതിരിക്കണത് ശരിയല്ലല്ലോ. ഇപ്പൊ കൊടുത്തു വരുന്ന കഷായത്തിന് 40 തൊലി കൂടി ചേർത്തുകൊള്ളുക, അത് മതി എന്നു പറഞ്ഞു. അത് കേട്ടപ്പോ ആ ചെന്നയാള് പറഞ്ഞു, അല്ല, അവിടുന്ന് എഴുന്നള്ളി ആ രോഗി ആരാണെന്ന് ഒന്ന് തൃക്കൺ പാർത്താൽ കൊള്ളാമെന്നുകൂടി അടിയങ്ങൾക്ക് ഒരപേക്ഷയുണ്ട് എന്നറിയിച്ചു. അതിന് മറുപടിയായിട്ട് മൂസവറുകൾ പറഞ്ഞു, ഹേയ്, അതിനെന്താ, അതിനൊരു വിരോധമില്ല. എന്നാൽ എനിക്ക് മറ്റന്നാൾ ഒരു ചാത്ത മൂട്ടാനുണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം എന്നേ ഉള്ളൂ. ചാത്തം നേരത്തെ തന്നെ ഒരു 10 നാഴിക പുലരുമ്പോഴേക്കും കഴിക്കാം. അപ്പോഴേക്കും ഒരാള് ഇങ്ങോട്ട് വന്നാൽ ആ ആളോടുകൂടി തന്നെ പോന്നേക്കാം എന്ന് പറഞ്ഞു. ആ വന്നിരുന്ന ആള് അത് കേട്ടുകൊണ്ട് മടങ്ങിപ്പോയി. അദ്ദേഹം അങ്ങനെ സ്വന്തം ഗൃഹത്തിൽ എത്തിച്ചേർന്നപ്പോ കേശവൻ നായർ ചോദിച്ചു, അല്ല, വയസ്കരെ ചെന്നിട്ട് തിരുമനസ്സുകൊണ്ട് എന്തെല്ലാം കൽപ്പിച്ചു എന്ന് ചോദിച്ചു. അതിന് മറുപടിയായിട്ട് ആ പോയിരുന്ന ആള് പറഞ്ഞു, ഇല്ല, വിശേഷിച്ച് അധികം ഒന്നും കൽപ്പിച്ചില്ല. ഇപ്പോൾ സേവിക്കുന്ന കഷായത്തിന് 40 തൊലി കൂടി കൂട്ടിയാൽ കൊള്ളാമെന്ന് മാത്രമേ കൽപ്പിച്ചുള്ളൂ. പിന്നെ ഇങ്ങോട്ട് എഴുന്നള്ളി രോഗിയെ തൃക്കൺ പാർത്താൽ കൊള്ളാമെന്ന് ഞാൻ അറിയിച്ചിട്ട് അങ്ങനെ ആവാം. മറ്റന്നാളൊരു ചാത്ത ഊട്ടാനുണ്ട്, അത് കഴിഞ്ഞിട്ടല്ലാതെ നിവർത്തിയില്ല. ചാത്തം നേരത്തെ 10 നാഴിക പുലരുമ്പോഴേക്കും കഴിക്കാം. അപ്പോഴേക്കും ഒരാൾ ഇങ്ങോട്ട് വന്നാൽ അയാളോടുകൂടി വന്നേക്കാം എന്ന് കൽപ്പിച്ചു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നമ്മുടെ കേശവൻ നായർ പറഞ്ഞു, അല്ല, മറ്റന്നാളല്ലേ വരാമെന്ന് പറഞ്ഞത്? ആയിക്കോട്ടെ, ശരി തന്നെ, പക്ഷേ 10 നാഴിക പുലരണം എന്നില്ലാട്ടോ എന്ന് പറഞ്ഞു. അത് സത്യായി, അത് വാസ്തവായി. അതുപോലെ തന്നെ വയസ്കരെ നിന്ന് നിശ്ചയിച്ചതും തെറ്റിയില്ല. ആ ദിവസം 5 നാഴിക പുലർന്നപ്പോൾ നമ്മുടെ കഥാനായകൻ കഥാവശേഷനായി. അത് കൊല്ലം 1069 ആണ്ട് മേടമാസത്തിലായിരുന്നു. ഉത്തരായണത്തിൽ പകൽ സമയത്ത് ഭൂലോകം വിട്ടുപോയ ആ പുണ്യവാന് സ്വർഗം തന്നെ ലഭിച്ചിരിക്കുമെന്ന് നമുക്കെല്ലാവർക്കും നിശ്ചയാണല്ലോ. അങ്ങനെ കേശവൻ നായർ കൂടി പൊയ്ക്കഴിഞ്ഞപ്പോൾ പിന്നെ ആ തെക്കേടത്ത് കുടുംബത്തിൽ ശേഷിച്ചത് അദ്ദേഹത്തിൻ്റെ സഹോദരിയായിരുന്ന പാർവതി അമ്മയും അവരുടെ 3 പുത്രന്മാരും മാത്രമായിരുന്നു. ആ പുത്രന്മാരിൽ മൂത്തയാളായിരുന്ന ശങ്കുപ്പിള്ള ഒരു പൊതുകാര്യ പ്രസക്തനായ നാട്ടുകാര്യസ്ഥനും മൂന്നാമനായിരുന്ന രാമൻപിള്ള ചെറുപ്പം മുതൽക്കു തന്നെ രോഗിയുമായിരുന്നതിനാൽ അവർക്കു 2 പേർക്കും കുടുംബ പാരമ്പര്യപ്രകാരമുള്ള വിദ്യകൾ അഭ്യസിക്കുന്നതിനും പരിചയിക്കുന്നതിനും സൗകര്യം ഉണ്ടായില്ല. പിന്നെ അവരിൽ രണ്ടാമനായ നാരായണപിള്ള മാത്രം കുടുംബ പാരമ്പര്യം കളയാതെ നാഡീപരിശോധന, മർമ്മ ചികിത്സ, തിരുമ മുതലായവയെല്ലാം യഥാക്രമം അഭ്യസിക്കുകയും പരിചയിക്കുകയും ചെയ്ത് അവയെല്ലാം ഏകദേശം കേശവൻ നായരെ പോലെ തന്നെ സമർത്ഥനായി തീരുകയും ചെയ്തു. കാലക്രമേണ പാർവതിയും ശങ്കുപ്പിള്ളയും രാമൻപിള്ളയും കാലധർമ്മത്തെ പ്രാപിച്ചു പോവുകയാൽ നാരായണപിള്ള മാത്രമേ പിന്നീട് ആ കുടുംബത്തിലുണ്ടായുള്ളൂ. അദ്ദേഹത്തിൻ്റെ അടുക്കലും യഥാപൂർവം അനേകം രോഗികൾ വന്നുകൊണ്ടിരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹവും രോഗികളുടെ നാഡികൾ പരിശോധിച്ചും തിരുമിയും ചികിത്സിച്ചും പലരെയും സ്വസ്ഥരായി അയക്കാറുണ്ട്. എന്നാൽ അദ്ദേഹം തൻ്റെ പൂർവികന്മാരെ പോലെ തന്നെ യാതൊന്നിനും യാതൊരിടത്തു നിന്നും യാതൊരു പ്രതിഫലവും വാങ്ങാറില്ല. ഇപ്പോഴും അവരുടെ പിന്തലമുറക്കാർ ഈ വക വൈദ്യവും ചികിത്സകളും നടത്തി വരുന്നുണ്ട്. ആ പരോപകാരിയായിരുന്ന കേശവൻ നായരുടെ ഇപ്പോഴത്തെ പിന്തലമുറക്കാർ ദൃഢഗാത്രരായി വളരെ കാലം ജീവിച്ചിരിക്കാൻ സർവേശ്വരൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തെക്കേടത്ത് കുടുംബക്കാരുടെ ഈ ചരിത്രകഥ ഞാൻ ഇവിടെ നിർത്തുന്നു.
ഈ കഥയും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.